ബോയ്സ്, ഇന്ന് നമ്മൾ ജാപ്പനീസ് മെനുവാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇവിടുത്തെ ഈ റെസ്റ്റോറന്റ് പേരെന്തോ സാക്കുറ കൊമിച്ചി. സ്പോൺസർഡ് അല്ല, കൊണ്ട് വലിയ പേര് കാണിക്കുന്നതിനെ നോക്കും. അപ്പൊ നമ്മൾ ഫുൾ മെനു കഴിച്ചു കഴിഞ്ഞാൽ ഐ ഗിവ് യു 10K, ഹാഫ് മെനു ആണെങ്കിൽ 5K. അപ്പം അതിന് നടക്കായിട്ട് ഇപ്രാവശ്യം ചെക്ക് പോയിന്റ് ഒന്നും ഇല്ല. നമ്മൾ ഇപ്രാവശ്യത്തെ കണ്ടസ്റ്റന്റ് വിളിച്ചിരിക്കുന്നത് യൂട്യൂബിൽ നിന്നാണോ ഇൻസ്റ്റയിൽ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ മറന്നുപോയി. എന്തായാലും കണ്ടസ്റ്റന്റ് ക്യാമറമാന്റെ പുറകെ നിൽപ്പുണ്ട്. പ്ലീസ് ഇങ്ങോട്ട് വരും. ഒട്ടും ഹലോ, പേര് എന്താ ചെയ്യാൻ പോകുന്ന അറിയാലോ? അതെ, എനിക്കെല്ലാം അറിയാം. നമ്മളിപ്പോ ജാപ്പനീസ് കുസാനാണ് കഴിക്കാൻ പോകുന്നത്. ഫുൾ മെനു കഴിച്ചു കഴിഞ്ഞാൽ 10K, ഹാഫ് മെനു കഴിച്ചു കഴിഞ്ഞാൽ 5K ആണ് നമുക്ക് ഇനി പറഞ്ഞിരിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഓവർ കോൺഫിഡൻസ് ഇല്ല, ഉള്ള കാര്യം പറയാമല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത്. നമുക്ക് എന്തായാലും ഇത് കഴിച്ച് തീർക്കാം. ഞാൻ വലിയ വെല്ലുവിളികളൊന്നും ഇല്ല. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും കിടന്ന ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. പിന്നെ ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യമില്ല. പിന്നെ അവർ കണ്ടപ്പോ തന്നെ പറഞ്ഞു കൊനിച്ചിവ. നമുക്കിവിടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് പൊക്കത്ത്. യെസ്, മജ്ലിസ് ആണ് ഈ ഐറ്റം. മജ്ലിസ് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന സാധനത്തിനാണ് മജ്ലിസ്. പക്ഷേ ഇത് ജാപ്പനീസ് സ്റ്റൈലാ. ജാപ്പനീസ് മജ്ലിസ്. അതെ, കർത്താവേ. വീശിക്കൊണ്ടിരിക്കാൻ വേണമെങ്കിൽ വീശിക്കൊണ്ടിരിക്കാം. ആഹാ, എന്താ കുറച്ചു നേരം കഴിഞ്ഞാൽ കാറ്റ് പോകും എല്ലാം കഴിച്ചു കഴിയുമ്പോൾ. നമുക്ക് തോൽവിയില്ലാതെ. ഇല്ല, തോൽവിയില്ല. ജാപ്പനീസ് ഡ്രസ് ഒക്കെ ഇട്ട് വരണമായിരുന്നു. അതെ അതെ, അത് ശരി. കിമോനോ അവരുടെ ഒരു ഐറ്റം മേടിച്ചോണ്ട് വരണം. കിമോനോ അത് അവർ ഇട്ടിരിക്കുന്ന കിമോനോ ആണെന്നോ? കഴിക്കാൻ റെഡിയാണല്ലോ. പിന്നെ ഇപ്പഴേ ഉഷ്ണം കൊടുക്കത്ത ഉന്മേഷം കേട്ടാ. ഉന്മേഷം കാണത്തുള്ളൂ. അരമണിക്കൂർ കഴിഞ്ഞാൽ ഇവിടെ ഉന്മേഷം. ഇവിടെ കുറെ ഏറെ ഐറ്റം ഉണ്ട് കേട്ടാ. ടബസാക്കി, യോക്കിറ്റോറി, യാക്കിറ്റോറി, എബിക്കത്സു, ഫ്രൈ. ഒന്നും മനസ്സിലായില്ല, പക്ഷെ ഫോട്ടോ ഉണ്ട് കേട്ടാ. പക്ഷെ ഫോട്ടോ ഉള്ളതുകൊണ്ട് നമുക്ക് ജാപ്പനീസ് മനസ്സിലാക്കാം എന്താ കിട്ടാൻ പോകുന്നത്. ഇപ്പൊ ഏകദേശം ഒരു 5 ഐറ്റം വേണ്ടി ഓർഡർ ചെയ്യും. ഫസ്റ്റ് പേജിലുള്ള ഫുൾ ഓർഡർ ചെയ്തേക്കാം. ടെബസാക്കി വന്നേക്കാം 3 പീസ്, യാക്കിറ്റോറിയും 4 പീസ് വന്നേക്കാം, കരാഗയും 4 പീസ് വന്നേക്കാം. 2 പീസ് പോരെ? നമ്മൾ അത് മേടിക്കുന്നില്ല, പ്രൈസ് മേടിക്കുന്നില്ലല്ലോ. ഒരു മീസോ റാമൻ തന്നേക്കാം. ഒരു 6 ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട്. മോറലെസ് കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു, എന്നാലും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. നീ കഴിച്ചാൽ മതി. 6 എണ്ണം ഒരുമിച്ച് വരും. 6 എണ്ണം ഒരുമിച്ച് വരും. ഒരുമിച്ച് നീ വയറ്റിലിട്ടത്തില്ലല്ലോ, കിട്ടാൻ പോലെ. പക്ഷെ ഒരു തിയറി ഉണ്ട്, അതായത് നമ്മള് കുറെ ഐറ്റം കാണുമ്പോൾ നമുക്ക് ചെറിയൊരു ഇതുപോലെ ബാക്കിലോട്ട്. പക്ഷെ അങ്ങനെ ആവരുത്. അങ്ങനെ തീർന്നു അത് കഴിച്ചാൽ മതി. നമുക്ക് നോക്കാം. 8 പീസ് പറയായിരുന്നു നമ്മുടെ അണ്ണൻ. നമുക്ക് വേണ്ടി 4 പീസ് പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടി കുറച്ച് പീസ് കുറച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 10 കഴിച്ചാൽ 5,000 കിട്ടത്തുള്ളൂ. ഈ സംസാരത്തിൽ എത്ര കഴിപ്പ് കാണുന്നൊരു ഡൗട്ട്. കുറച്ചേരം മിണ്ടായിരിക്കും. അത് കഴിച്ചു തീർത്താ മതി, അല്ലെങ്കിൽ ചേച്ചിമാർ ഇവിടെ എക്സ്ട്രാ മുളക് പൊടിയൊക്കെ വെച്ചിട്ടുണ്ട്. അവരുടെ കണ്ണിനറിയാൻ അങ്ങനെ ചെയ്യാൻ വേണേ. ഇവിടെ ഫസ്റ്റ് ഐറ്റം വന്നിരിക്കുന്നു. ഫസ്റ്റ് എന്താണ് ഐറ്റം? രാമനാണ്. അത് അത്ര ദൂരത്തിരിക്കുന്നത്. നീ എടുക്ക്, നീ അന്വേഷിച്ചിരിക്കല്ലേ. നമുക്ക് ഫസ്റ്റ് ഐറ്റത്തിലേക്ക് കടക്കാം. വിത്ത് പെർമിഷൻ ഞാൻ ഒരു ബിറ്റ് എടുത്തോട്ടെ. ബിറ്റ് എന്ന് പറഞ്ഞാൽ അതല്ല, ഞാൻ എന്റെ കോളേജ് കാലഘട്ടത്തിൽ കണ്ടുപോകണം. ഞാൻ കുറച്ച് ജാപ്പനീസ് ഒക്കെ പഠിച്ചായിരുന്നു, പക്ഷെ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ കുറച്ച് ബിറ്റ് തുണ്ടിൽ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇത്താദാകിമാസു എന്ന് വെച്ചാൽ നമുക്ക് ആരംഭിക്കാം. അപ്പൊ ആരംഭിക്കലാമാ? ആരംഭിക്കാം. കൊള്ളാം, കിള്ളൻ സാധനം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഐറ്റം കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഐറ്റത്തിൽ റാമൻ, അത് നൂഡിൽസ് ആണെന്ന് തോന്നുന്നു. അപ്പൊ ഈ നൂഡിൽസ് നമ്മൾ സാധാ ജാപ്പനീസ് നൂഡിൽസ്, പിന്നെ പുഴുങ്ങിയ മുട്ടയുണ്ട്, അത് ഓരോന്ന് വീതം 2 പീസ്, അത് ഹാഫ് ആയിട്ടുള്ള 2 ഉണ്ട്. പിന്നെ ചിക്കൻ ഉണ്ട്, പിന്നെ എന്തൊക്കെയോ വെജിറ്റബിൾസ് ഉണ്ട്, സവാള ഉണ്ട്. ഈ പച്ച സാധനം എന്താന്ന് പിടിയില്ല. അത് നമുക്ക് ചിക്കനിൽ നിന്ന് തുടങ്ങാം. ചെറിയൊരു പീസായിട്ട്. ഇത് കൊള്ളാം. സൈക്കോ എന്നൊക്കെ വിളിക്കുന്നത് എന്റെ പൊന്നെ. സൈക്കോ, ലെറ്റ്സ് ഗോ എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. യെസ് ബോയ്സ്, അവൻ വളരെ നിഷ്പ്രയാസമായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ഡിഷ്. ഓർഡർ ചെയ്യാൻ കുറച്ച് സമയം എടുത്തെങ്കിലും എന്ന് വെച്ചാൽ കുറച്ചേറെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കട തുറന്നേ ഉള്ളായിരുന്നു. പക്ഷേ ഓർഡർ വന്നത് ഒടുക്കത്തെ ഫാസ്റ്റ് ആയിരുന്നു. അതിനെക്കാട്ടിലും ഫാസ്റ്റ് കഴിച്ചോണ്ടിരിക്കും. ഇതിന് ചോളം ഉണ്ട് കേട്ടോ. ഒരുപാട് ചോളത്തിന്റെ ഒരു അതിപ്രസരം കാണുന്നുണ്ട്. ചോളം കുഴപ്പമില്ല, അത് ഇറകൊക്കെ ഒരേപോലെ. അത് കടിച്ചിട്ട് ഇറക്കിയാലും ഫുള്ളായിട്ടിരിക്കും. ഇപ്പൊ കണ്ടോ, ഒരു ചോളം ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. ഇത് ഫുള്ള് ചവച്ചരച്ച് തിന്നാനാണ്. അതാണ് നമ്മുടെ ടാസ്ക്. അപ്പൊ നാളത്തെ എങ്ങനെ നീ കാണിക്കുന്നു? അത് ബുദ്ധിമുട്ടാവും. നിങ്ങൾ എല്ലാവരും വീട്ടിലോട്ട് വരും. 6 ഐറ്റം, 2 ഐറ്റം വലുതുള്ളൂ കേട്ടോ, ബാക്കിയെല്ലാം ചെറുതാ. ഫ്രൈഡ് ചിക്കൻ ഞാൻ 2 എണ്ണം ഓർഡർ ചെയ്തിരുന്നേ. പിന്നെ വിചാരിച്ചു 4 ഇരിക്കട്ടെ, ചെറിയ ചിക്കനാണ്. പക്ഷെ ഇത് വന്നപ്പോ കൊടുക്കത്തെ സൈസ്. ഇത് വലിയ ചതിയായി പോയി കേട്ടോ. 4 എണ്ണം നല്ല മുട്ട സാധനങ്ങൾ. കുഴപ്പമില്ല. നീ അതിന്റെ മിസ്റ്റേക്ക് ഞാൻ കഴിച്ചോ. പിന്നെന്താ, പിന്നെ ടെൻഷൻ എന്തോ. ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ എന്റെ റാമല്ലേ നൂഡിലായിട്ടും ആദ്യം കഴിക്കാം. വെള്ളം കുടിച്ചാൽ ഞാൻ വയറ് പെട്ടെന്ന് അറിയാം. ഞാൻ വെള്ളം അവസാനം കുടിക്കാം. എങ്ങനെയാലും മതി, കഴിച്ചാൽ മതി. കഴിക്കുന്നുണ്ട് കേട്ടോ. ഇത്ര സംസാരിച്ച് വെച്ച് അണ്ണം പറഞ്ഞെന്ന് വെച്ചാൽ സംസാരിക്കുന്ന മിടുക്ക് കഴിപ്പിൽ കാണിക്കണം. ഞാൻ പയ്യെ സംസാരം കുറയ്ക്കാന്ന് വിചാരിച്ചു. കഴിപ്പിൽ കാണിക്കാൻ പറ്റിയില്ലെങ്കിലും തീർന്നില്ല കേട്ടോ. സാധനം ഒരുപാടുണ്ട്. 500 രൂപയുടെ അതാണ് പൊന്നെ. 500 രൂപയുടെ ആണത്.
ഹാംബർഗ്. ഇത് നിനക്ക് തൃപ്തിയല്ല, ചെറിയ ഉള്ളൂ. ഇതൊക്കെ പിന്നെ ഇതൊക്കെ ഒട്ടുമില്ല, വെറുതെ കഴിച്ചു തീർക്കും. ഇത് നമുക്ക് നമ്മുടെ റാമൻ ഐറ്റംസ് എല്ലാം തീർന്നു, വെള്ളം മാത്രമേ ഉള്ളൂ. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വയറ് നല്ല രീതിയിൽ നിറയും. അതുകൊണ്ട് നമുക്ക് ഇത് ക്ലൈമാക്സിലേക്ക് മാറ്റി വെക്കാം. സെക്കൻഡ് ഐറ്റം കഴിക്കാൻ പോവാണ്. ഫസ്റ്റ് ജസ്റ്റ് വെള്ളം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ നമ്മൾ കഴിക്കാൻ പോകുന്ന ഐറ്റമാണ് കരാഗെ. അപ്പൊ ഞാൻ പറഞ്ഞാണ് 2 പീസ് കഴിക്കാന്ന്. 4 പീസ് വന്നു, 2 എണ്ണം കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇതൊന്നും ഇല്ലല്ലോ, എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം. എല്ലാം ഫസ്റ്റ് ബൈറ്റ് അടിപൊളി. എനിക്ക് അതും ഫസ്റ്റ് ബൈറ്റ് സെറ്റ് ആയിരുന്നു. ആഫ്റ്റർ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. കഴിക്കാം. കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് സാധനം? തെറ്റുപറ്റി പോയതാ. നിനക്ക് 2 ഓർഡർ ചെയ്യേണ്ടായിരുന്നു. 4 ആയി പോയോണ്ട് എനിക്ക് കഴിക്കേണ്ടി വരുന്നു. ചേട്ടൻ നൈസായിട്ട് വലുത് എനിക്ക് വന്നിട്ടേ ചെറുതം കഴിച്ചു. ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടാ. വന്ന 4 എണ്ണത്തിൽ ഇതാട്ടോ ഏറ്റവും വലിയ സാധനം. തീർന്നു. അടി സക്കേ. പുല്ല് കഴിക്കണമെന്നില്ല അല്ലേ? വേണ്ട. കുറച്ച് ഫൈബർ വേണ്ടേ? ഫൈബർ കഴിച്ചു. തൈര് കഴിച്ചാൽ മതിയായിരിക്കും അല്ലേ? അല്ലെ രാത്രി കിടക്കുമ്പോൾ ഭയങ്കര സീനായിരിക്കും ചൂടായിട്ട്. വെള്ളം കുടിച്ചാലും മതി, അല്ലെ തൈര് കുടിച്ചാലും മതി. തൈര് ഇവിടെ കിട്ടും, പുറത്ത് കിട്ടും. സൂപ്പർ മാർക്കറ്റ് ഞാൻ തന്നെ മേടിക്കേണ്ടി വരും അല്ലേ? നീ തന്നെ മേടിക്കേണ്ടി വരും. ചിക്കൻ കുറച്ച് ഓയിലി കേട്ടാ, ഇങ്ങനത്തെയാണ് ഉണ്ടാക്കുന്നത് തോന്നുന്നു. വേറൊരു ടേസ്റ്റ് ഓയിലാണ് നമ്മുടെ നാട്ടിൽ, വേറൊരു ഓയിലാണ്. അതിന് ചെറിയൊരു കുത്തലുണ്ട്. എഞ്ചിൻ ഓയിലാ. ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതല്ലേ? എനിക്ക് കുഴപ്പമില്ല, നല്ലേ. Come on, last bite for the second item. അതാ കഥ മാത്രമേ ഉള്ളൂ. ഇത്ര ആസ്വദിച്ച് കഴിക്കണം. കഴിച്ചു കുഴപ്പമില്ല. സെക്കൻഡ് ഐറ്റം തീർന്നു പോയി. മൂന്നാമത്തെ അവന്റെ ചെറിയൊരു പീസ് മാത്രമാണ്. അടുത്ത ഒരു ഐറ്റം വന്നിട്ടുണ്ട്. ഇത് ജാപ്പനീസ് എന്തോ ഒരു സാധനമാണ്. ഹാംബർഗ്. ഇതിന്റെ ഉണ്ടല്ലോ ആദ്യത്തെ കടി. ഓ കിടിലൻ സാധനം. ആ ഓയിലൊക്കെ ഇറങ്ങി വരുന്ന നല്ല രസമുണ്ട്. രസമുണ്ട്. ഇവനിങ്ങനെ പറഞ്ഞു എന്നെ എനിക്ക് കഴിച്ചിട്ട് നോക്കാൻ തോന്നുന്നു കേട്ടോ. എന്റെ വർക്കിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയൂ. സാധനമുണ്ട്, ഒന്നും പറയാനില്ല, വാക്കുകൾ കിട്ടുന്നില്ല. കഴിച്ചു. അപ്പം നമ്മുടെ ലാസ്റ്റ് ബൈറ്റ് സാധനം തീർക്കാൻ പോകട്ടോ. 100 രൂപയുടെ ഐറ്റം ഇത്. കിടിലൻ സാധനം. എത്ര പെട്ടെന്ന് ഫുഡ് തീർക്കുന്നത്? എനിക്ക് വയ്യ ഫോണെ, സമ്മതിക്കണം. ഇനി ആ 3 എണ്ണം കൂടി വരും. ഇനി 3 എണ്ണം കൂടി ഇല്ല, 3 എണ്ണം കഴിഞ്ഞുള്ളൂ. 10 എണ്ണം കഴിച്ചാൽ വെള്ളം കുടിക്കണം. ഇങ്ങനെ ഒടുക്കത്തിന് ഉന്മേഷം നോക്കാം. കുറച്ചു നേരം കഴിഞ്ഞ് നമുക്ക് ഉന്മേഷം ഉണ്ടാവുമല്ലോ. നോക്കാം. I have no idea what she said. നമുക്ക് മെനു നോക്കാം. കമ്പേ പുറത്തുണ്ട് 4 ഐറ്റം വന്നിട്ടുണ്ട്. യാക്കിട്ടോറി കിടിലൻ ടേസ്റ്റ്. കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചു, പ്രാവശ്യം വന്നപ്പോ ഞാനിപ്പോ ഒന്ന് കഴിച്ചു നോക്കട്ടെ. അപ്പൊ നമുക്ക് നമ്മുടെ 4ാമത്തെ ഐറ്റത്തിലേക്ക് പോവാം. യാക്കിട്ടോറി. ഇത് ഭയങ്കര സ്മോക്കി ആട്ടോ. ഇതിന്റെ അറ്റത്ത് നിങ്ങൾ കണ്ടില്ലേ, അതിന്റെ ഒരു കുത്തല നമുക്ക് ഫീൽ ചെയ്യാം. എനിക്ക് കഴിച്ച 4 ഐറ്റത്തിന് ഏറ്റവും മോശം. അടുത്തത് കൂടി വന്നിരിക്കുന്നത്. അടുത്ത ഐറ്റം എന്തോ വന്നിരിക്കുന്നത് പെട്ടിക്കകത്ത് ലഞ്ച് ബോക്സിലാക്കി സാധനം വന്നു. എനിക്കറിയാം അതിനകത്ത് ഇതിന്റെ ഈ സാധനം തന്നെ അതിന്റെ കുറച്ച് ചോറും വരും. ഇപ്പോഴത്തേക്ക് മൂടി വെച്ചോളൂ, അതാണ് നല്ലത്. ഒരെണ്ണം കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ വേണ്ട? ഇത് കഴിക്കണോ അത് കഴിക്കും? 2 ഒരേ സാധനം തന്നെ. ഇത് വിത്തൗട്ട് റൈസ്, അത് വിത്ത് റൈസ്. നോക്കാം, നമുക്ക് അതെങ്ങനെ നോക്കാം. അപ്പൊ നമുക്ക് ഇത് തുറക്കാം കേട്ടോ. ഒരു വ്യത്യാസമില്ല. ഇങ്ങനത്തെ സെയിം 4 പീസ്, ഒരു 1/2 കിലോ ചോറ്, 2 പുഴുങ്ങിയ മുട്ട. ഒരു പുഴുങ്ങിയ മുട്ട 2 കഷ്ണമായിട്ട് മുറിച്ചത്. ഇതെല്ലാം ഞാൻ ഇങ്ങനെ കഴിക്കും. നമുക്ക് ചോറിൽ പിടിക്കാം. സ്റ്റിക്കി റൈസ് ആണ്. ഇത് ജാപ്പനീസ് സ്റ്റിക്കി റൈസ് ആണ്. ചോപ്സ്റ്റിക് വെച്ചോ. ചോപ്സ്റ്റിക് യൂസ് ചെയ്യാറില്ല. എനിക്ക് തോന്നിയിരിക്കും ഇങ്ങനെ വേണ്ടി. അടുക്കത്ത് വരുന്ന അടുക്ക് വെക്കണം. കറക്റ്റല്ലേ? ചോപ്സ്റ്റിക്സിന്റെ പ്ലാൻ കൊള്ളത്തില്ല. നമുക്ക് സ്പൂൺ തന്നെ എടുക്കാം. ഇങ്ങനെയല്ല കഴിക്കുന്നത് എന്നാണോ? ചോറ് ചിലപ്പോ ഇങ്ങനെ എല്ലാവരും കഴിക്കണം. കഴിക്കും. നിനക്ക് ഇതിനകത്ത് ക്വാണ്ടിറ്റിനെ കാട്ടിലും ഒരു വെറൈറ്റി ടേസ്റ്റിനെയാണ് നീ സഫർ ചെയ്തോണ്ടിരിക്കുന്നത്. കരിഞ്ഞ ചോറ്. അതൊരു സോയ സോസിന്റെ ഒരു ഇതാണ്. എനിക്ക് എന്റെ ഓർമ്മ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കണം. ഏതെടുത്താലും കരിഞ്ഞിരിക്കുന്ന ടേസ്റ്റ് ആണ്. ഒരു സ്മോക്കി ഫ്ലേവർ ആണ് ഇതിന് കൊടുത്തേക്കുന്നത്. ചോറെടുത്തോ അത് ഇച്ചിരി കരിഞ്ഞിരിക്കുന്നു, ചിക്കൻ എടുത്തോ ഇച്ചിരി കരിഞ്ഞു. പക്ഷെ ദൈവം സഹായിച്ച് മുട്ട കരിഞ്ഞിട്ടില്ല, കാരണം അത് പുഴുങ്ങിയെടുത്തു. നമുക്ക് ഇനി എന്തെങ്കിലും ഓർഡർ ചെയ്യണ്ടോ? എല്ലാം വന്നാ ഒരു സാധനം. ഇത് 5ാമത്തെ ഐറ്റം. ഇത്രയൊക്കെ ഓർഡർ ചെയ്തായിരുന്നു. ഓർഡർ ചെയ്തിട്ട് നീ ചിക്കനിൽ അത്ര ചോറെല്ലാം ഇടാൻ കൂടാണ്. ചോറിന് അത്ര ചിക്കനെല്ലാം ഇടാൻ പോവാ. നമ്മൾ വെച്ചാൽ ഇത് പച്ച അരിയാട്ടോ ചോറ്. മസാലയും കാര്യങ്ങളൊന്നും ഇല്ല. സാധാരണ നമ്മള് വെള്ളച്ചോറ് കഴിക്കുന്ന പോലെ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് ചിക്കൻ എടുത്തിനകത്തിലാന്ന് വിചാരിച്ചു. മനസ്സിലായില്ല, എന്നാലും അത് തന്നെ ഐറ്റം. ആണെങ്കിൽ ഓരോ ചിക്കൻ മിക്സ് ചെയ്ത് കഴിച്ചോണ്ടിരിക്കും. ടഫ്. നമ്മള് മലയാളമല്ലേ, നമ്മള് കൈ വെച്ച് കഴിക്കുക. എന്തിനാണ് ഈ സ്പൂണും ഫോർക്കും ചോപ്സ്റ്റിക് ഒക്കെ? 3 ഐറ്റം ഓർഡർ ചെയ്തിട്ട് 4 ഐറ്റം 3 ഐറ്റം ഓർഡർ ചെയ്തു. 3 ഐറ്റം ഓർഡർ ചെയ്യും. 5 ഫിക്സ് ആകാം.
ഫുൾ മെനു 19 ഉള്ളു ഇവിടെ എന്നും പറഞ്ഞ് 9 മതി. ഓക്കെ, 9 അടിക്കും. ഇത് മാച്ച പുഡിംഗ് ഉണ്ടായിരുന്നു ഇവിടെ. ഗ്രീൻ പുഡിംഗ് ഉണ്ട്. സാഫ്രോൺ ഗ്രീൻ ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. അതെ, ഗ്രീൻ ആയിരുന്നു. എന്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞായിരുന്നു ഗ്രീൻ ട്രൈ ചെയ്യാൻ. കിടിലം കാണും ബോയ്സ്. അപ്പൊ ഇവിടെ ഏകദേശം 18 ഐറ്റം അല്ലല്ലോ ഉണ്ട്. അപ്പൊ 9 എണ്ണം നമുക്ക് പറയണം കേട്ടോ. ബാക്കി ആ ഡെസേർട്ട് ഒന്നും 7.5 ഉണ്ടോ? 7.5 ഇല്ല. ഇല്ലേ? ഓർഡർ ചെയ്യാനല്ലേ? 5 അടിക്കണ്ടേ നമുക്ക്? 5 അടിക്കണം. ഞാൻ 5 അടിക്കാതെ വീട്ടിൽ പോകാൻ പറ്റും? വീട്ടിൽ കയറ്റില്ല, മാനം കളയല്ലേന്ന് പറഞ്ഞു. അപ്പം 9 ഐറ്റം അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ട്. 9 ഐറ്റം നമ്മൾ കംപ്ലീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി 2 കൂടി വരും അല്ലേ? 2 കൂടി വരും. അവന്റെ ഈ ഐറ്റം തീരാറാകുന്നു. സാധനം ടഫാണ്. ചോറ് പശച്ചോറാണ്. പശച്ചോറ് പേരിന് അനർത്ഥമാക്കുന്നു. സ്റ്റിക്കി റൈസ്. ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ നാഗാലാൻഡിൽ നിന്ന് നാഗാമി സ്റ്റിക്കി റൈസ് കഴിച്ചായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെടാണ്. പക്ഷെ ഇത് കുറച്ച് കൂടുതൽ പശവശമാണ്. മറ്റേതൊരു ഓട്സിന്റെ ടേസ്റ്റാണ്. ഇത് എന്തോ പറയണ്ട, എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ പറയാനൊന്നുമില്ല. തീരാറായല്ല, ഒരു പിടിയും കൂടി. അർജുനൻ ഭഗവൻ ദൈവത്തിലുള്ള ഒരു ചെറിയ പെട്ടിലെ ടിഫിനാണ്. ഇതുവരെ കഴിച്ചിട്ട് തീരുന്നില്ല. ഇത് ഒത്തിരി ഉണ്ട് അത്യാവശ്യം. അതുപോലെ തന്നെ പശപശമല്ലേ, വോളിയം കൂടുതലാണ്. ഇവിടെ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. അവൻ കഴിച്ചു തീർത്തിരിക്കുകയാണ്. ലഞ്ച് ബോക്സ് കൈ കഴുകിട്ടോ. എനിക്ക് മസിൽ പിടിക്കുന്നു കേട്ടോ ഇവിടെ ഇങ്ങനെ കുത്തിരുന്നിട്ട്. ടേസ്റ്റ് കാരണം അവനെ ഇത് കിളി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും അവൻ കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒന്ന് മാറ്റി നീ കാലും മരവിക്കുന്ന ഇരിക്കാൻ. ഞാൻ എന്റെ അറേഞ്ച്മെന്റ് മാറി. കുറെ നേരം ഇരുന്നിട്ട് മടുത്തോണ്ട് ഞാൻ കുറച്ച് നിന്ന് കഴിക്കാന്നാണ് എന്റെ പ്ലാൻ. നീ കഴിച്ചോ? കുറച്ചുകൂടെ സ്വീറ്റ് ആട്ടോ. എന്നൊരു സ്വീറ്റ്നെസ് വരുന്നുണ്ട്. കൊള്ളാം കൊള്ളാം. ഇവിടെ എല്ലാരും താന്നിരിക്കുന്നു. ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്? ഇത്ര നേരം ഇരുന്നല്ലേ കഴിച്ച്, കുറച്ചു നേരം എന്നിട്ട് കഴിക്കും. ഇത് വെച്ചിട്ട് മുറ്റി ചിക്കൻ ആട്ടോ. കഴിഞ്ഞ് പുള്ളിയുടെ പരിപാടി കഴിഞ്ഞു. പുള്ളി ഇനി ഇങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇങ്ങനെ പിടിക്കുക. ഉന്മേഷം ഉണ്ട് കേട്ടോ. ഞാൻ ഉന്മേഷം ഇതുവരെ വിട്ടിട്ടില്ല. തുടക്കത്തിൽ എത്ര ഏത് പിച്ച് പിടിച്ച് ആ പിച്ചിൽ ഇരിക്കുക. അവനെ കഴിക്കാൻ കാണാൻ കിട്ടില്ല കേട്ടോ. കാണാൻ ഭയങ്കര സന്തോഷമായിരിക്കും. കഴിക്കുമ്പോൾ എന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. നീ ബുദ്ധിമുട്ട് അറിയിക്കുന്നില്ലല്ലോ. ഇതാണ് മെത്തേഡ് ആക്ടിങ്. അതാണ് നിന്റെ മിടുക്ക്. നീ ബുദ്ധിമുട്ട് അറിയിക്കുന്നില്ല. അപ്പൊ ഗൈസ്, നമ്മൾ മൂന്നാമത്തെ പീസ്, നമുക്ക് 3 പീസ് ഉണ്ടെന്ന് ഭയങ്കര ടഫായിട്ട് ഇത് കഴിക്കാൻ. 2 പീസ് നമ്മൾ ചിക്കൻ എല്ലാം ഒഴിവാക്കി. ഇതാണ് ലാസ്റ്റ് പീസിലേക്ക് പോവാം. ഇവൻ മെനക്കിടുന്നുണ്ട് കേട്ടോ, നല്ലതായിട്ട് മെനക്കിടുന്നുണ്ട്. അത് ഞാൻ കാണുന്നുണ്ട്. എന്തായാലും 2 ഐറ്റം കൂടി വരാനുണ്ട്. വരട്ടെ. മെനക്കേടി നീ കുറെ കിടക്കുന്നത്. വരട്ടെ, ഇരുന്ന് കഴിക്കാം. മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ടേബിൾ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ അവിടെ ഇരുന്നത്, പിന്നെ ഇവിടെ വന്നു, പിന്നെ ഇവിടെ നിന്നു, ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നു. ഇന്നാ കുറച്ചുകൂടി ചിക്കൻ. ടെൻഷൻ അടിക്കണ്ട, കഴിച്ചു തീർക്കാം. എനിക്കറിയാം ഈ തോക്കത്തിലെ കഴിപ്പുള്ള മനസ്സിലാവും. ഞങ്ങൾ റോയൽ ചലഞ്ചേഴ്സ് ആണ് നമ്മൾ. നീ കിടന്നു പോയാലും കഴിച്ചിട്ട് പോകത്തുള്ളൂ. എങ്ങനെ ആൾക്കാർ കഴിക്കുന്നു ഇവരോടൊക്കെ ചോദിക്കണമല്ലോ. ഗൈസ്, അങ്ങനെ ഫൈനൽ പീസ് നമ്മൾ തീർക്കാൻ പോകുന്നതാണ്. ലാസ്റ്റ് ബൈറ്റ് എടുക്കാം. Come on boys, let's go. ഇനി ഇത് 2 എണ്ണം. ആരും കണ്ട് ക്യാമറയിൽ വന്നില്ലല്ലോ. ഇത്ര നേരം ഇരുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സെയിം ടേസ്റ്റ് ആണ്. ഇത്രയും ഒയിഷീസ് ആണ് ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടുള്ളത്. ഞാൻ ജാപ്പനീസ് ഒക്കെ പഠിച്ചിട്ടാണ് വന്നത്. ഒയിഷി എന്ന് വെച്ചാൽ ഡെലീഷ്യസ്. പക്ഷെ ഒരെണ്ണം പോലെ എനിക്ക് അത് പറയാൻ ഗ്യാപ്പ് കിട്ടിയില്ല. അത്രയും ഒയിഷി ആയിട്ടുണ്ട്. ടൊട്ടമോ ഒയിഷി എന്ന് പറഞ്ഞാൽ വെരി വെരി ഡെലീഷ്യസ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൺഫേം ചെയ്യും ജപ്പാനിൽ പോകുന്ന ടേസ്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പോഴത്തേക്ക് നമുക്ക് ഇതാണെന്ന് സങ്കല്പിക്കാം. ഞാൻ ഒരു കാര്യം ഉറപ്പ് വരാം, ഞാൻ ജപ്പാന്റെ പരിസരത്തോട് ഞാൻ പോത്തില്ല. ഇവന്റെ ഈ അവസാനത്തെ വടി ഞാൻ തന്നെ കഴിക്കാം. അങ്ങനൊന്നുമില്ല. കഴിച്ചോ? അണ്ണന് കഴിക്കണം എന്ന് ആഗ്രഹം. അത്രയ്ക്ക് ആഗ്രഹം ഇല്ല എനിക്ക്. ഞാൻ പറഞ്ഞു കിഡ്ലൻ ടേസ്റ്റ് ആണ്. അണ്ണ ഒന്നുകൂടെ കഴിക്കാൻ വരും. ഇവനെ കൊണ്ട് ഇതിപ്പോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്ന 2 കൂടി ഇറങ്ങത്തില്ല. അതുകൊണ്ട് ഞാൻ കഴിക്കുക. ഇതും കൂടി കഴിച്ചു കഴിഞ്ഞാൽ അവന്റെ ഐറ്റം തരും കേട്ടോ. അങ്ങനെ നമ്മുടെ 6 ഐറ്റംസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് അവിടുത്തെ കർഷക കുടുംബക്കാർ വെക്കുന്ന സാധനം. അരികാത്തോ ഗൈസ്. ഇങ്ങനെ നമ്മുടെ അവസാനത്തെ 3 ഐറ്റം, അതായത് 9 5K ചലഞ്ചിന്റെ 9 7 8 9 അവസാന ഡെസേർട്ട്. അപ്പൊ അടുത്ത് നമ്മൾ കഴിക്കാൻ പോകുന്നതാണ് ചാസു. 2 3 4 5 എണ്ണം ഉണ്ട്. നമുക്കിത് പുട്ട് പോലെ അടിച്ച് കയറ്റാം. കുറച്ച് കൂടി പോയല്ലോ. കഴിച്ചു തീർക്ക്, വെറുതെ പോട്ടത്. നിഷ്പ്രയാസം തീരുകയാണ്. 7ാമത്തെ ഐറ്റം. കൈ വിറയ്ക്കുന്നു. ഇത് പച്ചമീനാണ്. നമ്മൾ എവിടെ വെച്ചാൽ പറഞ്ഞു നിർത്തിയത്? കിടിലായിട്ടാ കഴിച്ചോ. പിന്നെ ഉപ്പില്ലാതെ വേറെ ടേസ്റ്റാ. ഉപ്പൊക്കെ മാറ്റി വെച്ചേക്കാം. അവസാനത്തെ ബൈറ്റാണ്. ഇത് വേണേ ജസ്റ്റ് ടേസ്റ്റിന് കൂടി. നല്ല തീരുമാനം. നമുക്ക് ടേസ്റ്റിന് വേണ്ടി കുടിച്ചു നോക്കാം. എവിടെ തൊട്ടാലും പ്രശ്നമാണല്ലോ. കഴിച്ച് തീർക്കടാ, അത്ര കൂടി ഉള്ളു. പക്ഷേ സംഭവം ഇത് നമുക്ക് വാള് വരാൻ ചാൻസ് ഉള്ള സാധനമാണ്. നമ്മള് ഞാൻ വിത്ത് കെയർ വേണം നമ്മളിത് കഴിക്കാൻ. പക്ഷേ ഇത് എന്തോ ടേസ്റ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പ്രാവശ്യം ടേസ്റ്റിന് കറക്റ്റ് ടേസ്റ്റ് പറയാം. എന്താണ്
ഇതിൽ ഗ്യാസ് ഒക്കെ വരുമ്പോൾ ഒരു പിങ്ക് കളറിലൊരു ജലൂസിന്റെ ടേസ്റ്റ് ഇല്ലേ, ആ ടേസ്റ്റ് ആണ് ഇതിന്. പക്ഷെ മഞ്ഞ കളറിലാണ് പുഡിങ് വരും. ഞാൻ പറയട്ടെ, ഈ കഴിച്ച 9 സാധനത്തിൽ ഏറ്റവും വൃത്തിയുടെ സാധനം ഇതാ. നമുക്ക് ഇതവിടെ സൈഡ് ആക്കാം, നമുക്ക് അടുത്ത ഐറ്റം എടുക്കാം. ഇല്ല കഴിയില്ലേ, വെള്ളം കുടിക്കാം. അടുത്ത് നമ്മൾ കഴിക്കാൻ പോകുന്ന കൊഞ്ചിന്റെ ഫ്രൈ ആണ്. പിന്നെ അതിനോട് ഒരു ഡിപ്പ് വരുന്നുണ്ട്, ഒരു മഞ്ഞ കളർ ഡിപ്പ് വരുന്നുണ്ട്. പിന്നെ കുറച്ച് ഇത് കഴിക്കണം നിർബന്ധമില്ല, പിന്നെ നമ്മൾ ഫൈബറിന് വേണ്ടി മാത്രം കഴിക്കുന്നതാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ടേസ്റ്റ് ഒന്നും അറിയില്ല. ടേസ്റ്റ് ഒന്നുമില്ല, നല്ല കാര്യം, പെട്ടെന്ന് കഴിച്ചത്. ഒരു ടൈം ലിമിറ്റ് ഉള്ള ഗെയിമാണിത്. ആണോ? പറയണ്ടേ, കുറച്ച് ഐറ്റം മാത്രമല്ല, ആ വെള്ളവും ഈ ചെറിയ ഐറ്റവും. മത്സരം ഇമാര് 3 ഏതായിട്ടും മോശം. നീ കഴിയല്ലോ, തീരാറായി. ഇതിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, എനിക്ക് എന്തോ നെയിൽ പോളിഷിന്റെ ടേസ്റ്റ് പോലെ ആവുന്നു. ഇതുവരെ കഴിച്ച കണ്ടസ്റ്റന്മാർ വെറൈറ്റി ടേസ്റ്റ് ആണ് പിടിച്ചിരിക്കുന്നത്. വെറൈറ്റി എന്ന് പറഞ്ഞാണല്ലോ ഇച്ചിരി മുറ്റ അടിച്ചടിച്ച് തീർക്കാം. നീ ഇത് ഗൈസ്, അങ്ങനെ എബി ഫ്രൈഡ് 5ാമത്തെ പീസ്, ലാസ്റ്റ് പീസ് ആയിരിക്കുകയാണ്. 4 വളരെ കഷ്ടപ്പെട്ടാണ് കഴിച്ചത്. ഇതുകൂടെ നമുക്ക് കഴിക്കാം. ഇന്നൊരു പ്രാക്ടീസ് ചെയ്യാൻ ആലോചിച്ചിട്ടുണ്ട്. നമുക്ക് ക്യാബേജിനകത്ത് ഇങ്ങനെ മൂടി വെച്ച് കഴിക്കാം, പറ്റിക്കാം, മനസ്സിനെ പറഞ്ഞ് പറ്റിക്കാം, വേറെ വഴിയില്ല. ആ ഐറ്റം തീർന്നിരിക്കുന്നു. ഇനി 2 ഐറ്റം മാത്രം. ഇതിന്റെ വെള്ളവും ആ പുഡിങ്, ജലൂസിനും എന്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു കേട്ടോ, ആൽബർട്ട്. അവൻ എന്നോട് പറഞ്ഞു ജാപ്പനീസ് ആ പോകുന്നത് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഒന്നും ടെൻഷൻ അടിക്കണ്ട, കഞ്ഞി കുടിക്കുന്ന പോലെ, പഴങ്കഞ്ഞി കുടിക്കുന്ന പോലെ അങ്ങ് വെച്ച് കാച്ചിക്കോളെന്ന് പറഞ്ഞു. അപ്പൊ അവനെ ധ്യാനിച്ചോണ്ട് ഞാൻ കുടിക്കാൻ പോവാം. പിടിച്ച അങ്ങനെ തീരാറാകുന്ന അവന്റെ അവസാനം 5 കേക്ക് വേണ്ടിയുള്ള പടയാത്ര. കുറച്ച് ബുദ്ധിമുട്ട് ഇവിടം വരെ എത്താൻ. പിന്നെ കുറച്ച് വെള്ളം കൂടെ ബാക്കിയുണ്ട്, പിന്നെ ഈ പുഡിങ്ങും ബാക്കിയുണ്ട്. രണ്ടും കഷ്ടമാണ്, നമുക്ക് രണ്ടും ബാലൻസ് ചെയ്ത് കഴിക്കാം. നീ കഴിച്ചു തീർക്കിരുന്നിട്ട് വേറെ എടുക്കും. 2 ഐറ്റം ഉള്ളൂ. കഴി ഒഴിച്ച് പറയാതിരിക്കാൻ വാക്കുകൾ ഇടുന്നില്ല. എന്റെ സ്മെല്ല് സാക്കയുടെ സ്മെല്ല, സാക്കേ സ്മെല്ല്. ഒരു അരി വെച്ചുണ്ടാക്കുന്ന കളറിന്റെ സ്മെല്ല്. 9 മണിക്കുള്ളിൽ തീരണം. ഇപ്പൊ 8:53 ഈ 2 കുറച്ച് ഐറ്റമേ ഉള്ളൂ. അവൻ കഷ്ടപ്പെടുന്നത് ഇതിനു വേണ്ടിയാ. സമയം തീർന്നോണ്ടിരിക്കുന്നത് കേട്ടാ. 8:54, 6 മിനിറ്റ് തീർക്കണം. അത്ര മതിയല്ല, അത്ര മതി. അത് പിന്നെയും കഴിച്ചു തീർക്കാം, പക്ഷെ ഇത് നമ്മളെ കൊണ്ട് പറ്റുമെന്ന് തോന്നില്ല. ജാപ്പനീസ് ഫുഡ് നീ ജയിക്കട്ടെ. ജയിക്കണം. 4 മിനിറ്റ് ഉണ്ട്, ഫിനിഷ് ചെയ്യണം. ഫൈനൽ 8:57. ഇനി 3 മിനിറ്റ് ഉണ്ട്. 3 മിനിറ്റ് മുമ്പ് ഞാൻ തീർക്കട്ടെ. അതെന്താ ഇതും തീർക്കും. 2 മിനിറ്റ് ഇല്ലേ? കഞ്ഞി കുടിക്കുന്ന പോലെ കുടിക്കാൻ പോവാ. അങ്ങനെ അവൻ പോരാളിയെ പോലെ കഴിച്ചു തീർത്തിരിക്കുന്നു. 5000 രൂപ. എത്ര രൂപയാണെന്ന് നമുക്ക് ബില്ല് നോക്കാം. നമുക്ക് പുറത്ത് വെച്ച് നോക്കാം. അപ്പൊ ഇതിന്റെ ബില്ലായിരിക്കുന്നത് 3250 രൂപയാണ്. അവിടെ പ്രിന്റർ വർക്ക് ചെയ്യുന്നില്ല. ഇത്രയും ഞാൻ കഴിച്ചുള്ളൂ. അത്രയും കഴിച്ചുള്ളൂ. 3250 രൂപയ്ക്ക്. ഇത് അവര് കൂപ്പൺ കോഡ് തന്നതാ. ഇനി വരുന്നുണ്ടെങ്കിൽ 200 രൂപ ഓഫ്. ഇനിയും വരുന്നുണ്ടെങ്കിൽ കൂപ്പൺ കോഡ് ഇനി ഫ്രീ ആയിട്ട് വരും. ഞാൻ വരുന്നുണ്ടാവില്ല. നീ നമ്പർ പറ. നിനക്ക് എന്താണ് 5000 കിട്ടിയിരിക്കുക. ഫോൺ ഓഫ് ആകുന്നതിന് പറയും. 79007. 5000 ഇട്ടേക്കട്ടെ. എന്റെ ഫോൺ ഇപ്പൊ ഓഫ് ആവും. ബോയ്സ്, ഞാൻ സ്ക്രീൻ നല്ലതായിട്ട് കാണിക്കുന്നില്ലല്ലേ പറയുന്നത്. 5000 ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇത്രയും നല്ലൊരു ചലഞ്ച് സെറ്റ് ചെയ്യുന്ന അർജുൻ ഭായിക്ക് എന്റെ ഒരു ഗിഫ്റ്റ്. ഓക്കെ, ഇതൊക്കെ വേണമായിരുന്നു. പിന്നെ വേണം. ആദ്യമായിട്ട് എനിക്ക് ഇങ്ങോട്ട് വല്ല കിട്ടുന്നത്. അത് വേണ്ട സാധനമാണല്ലേ. തുറന്നു നോക്കൂ എന്താണ് നിങ്ങളെ കാണിച്ചേക്ക്. എന്തായിരിക്കും ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. ടീഷർട്ട് ആണെന്ന് തോന്നുന്നു. കറക്റ്റ് ഗസ് അടിച്ചിരിക്കുകയാണ്. പുള്ളി പറഞ്ഞ കറക്റ്റ് ആണ്. ഇതൊരു ടീഷർട്ട് ആണ്. ബോയ്സ്, എനിക്ക് ടീഷർട്ട് വന്നിരിക്കുന്നു. 2 ആടി സക്കേ. ഇതിനകത്ത് ടീഷർട്ട് എന്താണെന്ന് അറിയത്തില്ല. ഇത് നീ ഇട്ടിരിക്കുന്നല്ലേ? അവൻ ഇട്ടിരിക്കുന്ന സാധനം കയ്യിലിട്ട്. അപ്പൊ ഡെവിൾ ഫ്രൂട്ടിന്റെ ടീഷർട്ട് വന്നിരിക്കുകയാണ്. അവന്റെ ടീഷർട്ട് ഒരു എക്സ്ട്രാ ആണ് വേണം ഞാൻ ഇട്ടോളാൻ. അപ്പൊ അർജുൻ ഭായി ഹാപ്പി അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഐ ഹോപ്പ് യു ഗൈസ് ഹാവ് വണ്ടർഫുൾ ഡേ, വണ്ടർഫുൾ ഹാപ്പി. See you guys next time. Take care. Peace.